പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച അഖിൽ മാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. ബിജെപിയുടെ പരാതിയിൽ രാജ്യദ്രോഹം ചുമത്തിയാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. എഫ്ഐആറിന്റെ പകർപ്പ് 24 ലഭിച്ചു. രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും വ്രണപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ സമൂഹ മാധ്യമത്തിലൂടെ അഖിൽ മാരാർ ഞാൻ നിലപാടെടുക്കുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങളിലാണ് ഞാൻ സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇന്നലെ വരെ നല്ലതായിരുന്നു നിങ്ങൾക്ക് തോന്നി, ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത നിലപാട് നിങ്ങൾക്ക് ശരിയല്ലാന്ന് തോന്നി. നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ എനിക്കൊരു പട്ടം പതിച്ചു തരികയാണ് ഉണ്ടായത്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇപ്രകാരം ചിന്തിച്ചോ? ഈ നാട്ടിൽ ജനിച്ചു വളർന്നിട്ട് ഈ നാടിനെ തന്നെ കുറ്റം പറയുന്ന ഒരു തന്തയില്ലാത്ത കഴിവേറികളെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഡാഡി ഇല്ലാത്ത പരിപാടി വിളിച്ചു പറയുന്ന ഒരുത്തനെയും വെറുതെ വിടാൻ പറ്റത്തില്ല. അഖിൽ മാരാർ, റിയാസ് സലീം ഇങ്ങനെയുള്ള രാജ്യത്തിനെതിരെ സംസാരിച്ച ഒരുത്തനെയും നമ്മൾ വെറുതെ വിടാനും പാടില്ല, പൊറുക്കാനും പാടില്ല. ഇത് തന്നെയാണ് എന്റെ നിലപാട്. ഞാൻ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എല്ലാവർക്കും നമസ്കാരം. മാരാറിന്റെ വിഷയം, റിയാസ് സലീമിന്റെ വിഷയം എല്ലാവരും അറിഞ്ഞതാണ്. എന്നാൽ റിയാസ് സലീം ഒരു വേട്ടവാളിയനാണ്, ബോധമില്ലാത്തവനാണെന്ന് നമുക്ക് പണ്ടേ അറിയാം. പക്ഷെ മാരാർ വലിയ വായ്ത്താളവും വലിയ കിടിലുമായിട്ടൊക്കെ സ്വയം പ്രശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയ വലിയ ഘോര പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിക്ക് എവിടെയാണ് പതറിയത്? സ്വന്തം കൂട്ടുകാരന്മാര് പറഞ്ഞു കൊടുത്തത് കേട്ട് പതറിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത്രയും വിവരമില്ലാത്തൊരു വ്യക്തിയായി മാറിയല്ലോ നിങ്ങളെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം. എന്റെ പൊന്നു മാരാർജി, ഒരു നിലയും വിലയും ഉണ്ടായിരുന്നു, കളഞ്ഞു കുളിച്ചെന്ന് തന്നെ പറയാം. അതും ഈ രാജ്യത്ത് ജനിച്ച് ഈ രാജ്യത്ത് വളർന്നിട്ട് ഇവിടത്തെ എച്ചിലും പറ്റി ജീവിച്ചിട്ട് ഈ രാജ്യത്തിനെ തന്നെ നിങ്ങൾ ചെളിവാരി എറിഞ്ഞ സംഭവം കണ്ടപ്പോൾ എനിക്ക് പുച്ഛമാണ് നിങ്ങളടുത്ത് തോന്നിയത്. ഇത്രയും ഒരു വൃത്തികെട്ട മെന്റാലിറ്റി, എന്തോ വലിയ സംഭവമാണ് ഞാൻ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. അത് ഇതോടെ അങ്ങ് തീർന്നു കിട്ടും. ഇത് ആപ്പോ ഊപ്പം മറ്റേ ശോഭയും ജുനൈസുമായിട്ട് ബിഗ് ബോസിന്റെ അകത്ത് ഇടുന്ന അടികൂടിയ കേസ് പോലെ നല്ല. ഇത് വേറെയാ, കളി വേറെയാ. ഇത് നിങ്ങൾ അത്യാവശ്യം വെള്ളം കുടിക്കുന്ന ഒരു കേസും കൂടി തന്നെയാണ്. അത്യാവശ്യം വകുപ്പുകളൊക്കെ ചേർന്ന് എത്തി മൂഞ്ചി തിരിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച അഖിൽ മാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. ബിജെപിയുടെ പരാതിയിൽ രാജ്യദ്രോഹം ചുമത്തിയാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. എഫ്ഐആറിന്റെ പകർപ്പ് 24 ലഭിച്ചു. രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും വ്രണപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ സമൂഹ മാധ്യമത്തിലൂടെ അഖിൽ മാരാർ ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്നാണ് എഫ്ഐആർ. ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പായ VNS 152 ചുമത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് അഖിൽ മാരാർ പഹൽഗാം വിഷയം ഉയർത്തി ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചത്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും ഇന്ത്യ ബലൂചിസ്ഥാൻ ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചെന്നുമാണ് അഖിൽ മാരാരുടെ പ്രതികരണം. സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തുവെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി ആത്മാഭിമാനമില്ലാത്തവരായാണ് നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നും വീഡിയോയിൽ പറയുന്നു. ഇതിനെതിരെ ബിജെപി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കരയാണ് പോലീസിൽ പരാതി നൽകിയത്. 24 കൊട്ടാരക്കര. ഇവനൊക്കെ ഒരു വിചാരമുണ്ട്, ഇവനൊക്കെ കുറച്ച് ഫെയിം കിട്ടി അല്ലെങ്കിൽ കുറച്ച് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തന്നെയാണ് സത്യം, ഞാൻ പറയുന്നതാണ് സത്യം, ഞാൻ പറയുന്നതാണ് മാത്രമേ എല്ലാവരും വിശ്വസിക്കാവൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. അത് ഇതോടെ അങ്ങ് തീർന്നു കിട്ടും. കാരണം അടിച്ചണ്ണാക്കി കിട്ടിയിട്ടുണ്ട്, ആടാ പടലം തേഞ്ഞൊട്ടിയിട്ടുണ്ട്. ഇനി എത്രയൊക്കെ കടന്നു ഉരുണ്ടും പെരണ്ടും എന്ത് നാറിയ പരിപാടി കാണിച്ചു കഴിഞ്ഞാലും എന്റെ പൊന്നു മാരാർജി, നിങ്ങൾ തട്ട് കൊണത്തി കയറിയിരിക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട്. നല്ല ഒന്നാം തരം മറുപടി തന്നെ അണ്ണാക്കി കിട്ടിയിട്ടുണ്ട്. നിന്നെയൊക്കെ എന്ത് ചെയ്താൽ ചെലവാകൂടാ? ഇങ്ങനത്തെ നാറിയ വർത്തമാനങ്ങൾ പറഞ്ഞുണ്ടാക്കി നമ്മുടെ രാജ്യത്തിനെ തന്നെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്ന നിന്നെയൊക്കെ പോലെയുള്ളവന്മാരെ സത്യം ജീവപര്യന്തം അങ്ങനെയൊന്നുമല്ല, എന്തെങ്കിലും തൂക്കിക്കൊല്ലി അങ്ങനത്തെ വകുപ്പിലൊക്കെ കൊണ്ടിടണം. കാരണം ഇവനൊക്കെ പഠിക്കണം. ഇവന്റെയൊക്കെ വായിക്കത്തടക്കം നാക്കുകൊണ്ട് എന്ത് നാറിയ വർത്തമാനവും വിളിച്ചു പറയാം എന്നുള്ളൊരു സാധനം ഇവന്മാർക്ക് ഇതോടെ മാറിക്കിട്ടണം. ഇവനെയൊക്കെ പോലെയുള്ളവന്മാരെ കുറച്ച് ഞാൻ കടുപ്പിച്ച് തന്നെ വിമർശിക്കുകയാണ്. കാരണം തെറിയല്ലാണ്ട് എനിക്കൊന്നും വിളിക്കാൻ തോന്നുന്നില്ല. ഉള്ള കാര്യം പറയല്ല, തായും പോയിട്ട് വിളിക്കാനാണ് തോന്നുന്നത്. പിന്നെ അത് ഞാൻ വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതെന്റെ മാന്യത എന്നങ്ങ് കൂട്ടിക്കോ. ഇവനെയൊക്കെ പോലുള്ളവന്മാരെ വീഡിയോ ചെയ്യുന്ന സമയത്ത് സൗമ്യത്തോടെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. 10 പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. ഇനി അവൻ ഉന്നയിച്ചിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേട്ടു നോക്കാം. ഉണ്ടാവുമായിരുന്നു. ഒരാഴ്ച കൊണ്ടോ 10 ദിവസം കൊണ്ടോ പാകിസ്ഥാനെ അടിച്ചു ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട്. ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു. ആ പാവങ്ങളെ ഇവന്മാരെ നാളെ ചുരുട്ടും. ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ തമ്മാടിത്തരം ഇന്ത്യൻ ജനതയോടല്ല, സത്യത്തിലെ ബലൂചിസ്ഥാനിലെ ജനതയോടെയാണ്. അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിൽ ഒരു എംബസി തുറക്കാൻ വേണ്ടിയിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞു കളഞ്ഞത്. അമേരിക്ക പറയുന്നത് കേട്ട് വലിഞ്ഞു കളഞ്ഞത്. ഒരാത്മാഭിമാനവും ഇല്ലാത്ത ഭരണാധികാരിയാണെന്ന് ഇന്ത്യയിൽ ഏതൊരു പൗരനും പറയാൻ പറ്റുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്നും ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഇതും പറ്റിക്കൊണ്ട് നീ ഈ പറയുന്ന വർത്തമാനം നിന്റെ മറ്റേ ആരെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ആയുധങ്ങൾ കൊണ്ട് കൊടുത്തത് അറിയാൻ വേണ്ടിയിട്ട്
പറയുന്ന കേട്ട ഇവ എന്തൊക്കെ നിരീക്ഷിച്ച് കണ്ടെത്തി ഏജന്റ് താത്തയായിട്ട് വർക്ക് ചെയ്ത് എന്തൊക്കെ കണ്ടെത്തി കൊണ്ടുവന്ന പോലെയാണ് പറയുന്നത്. ഒരു കാറിന്റെ അകത്ത് കയറിയിരുന്ന് AC ഇട്ട് ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് വായി തോന്നിയ വിളിച്ച് പറഞ്ഞ് കൊണയടിക്കുന്ന മാര. അത്രയും നിന്നെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. സത്യമുള്ള കാര്യം ഓപ്പണായിട്ട് തുറന്ന് പറയാം. അത് തന്നെയാണ് നീ ചെയ്യുന്നത്. നിനക്കല്ലാതെ എന്ത് തേങ്ങരം ഇവിടെ അറിഞ്ഞൂടത്തെ കാര്യം ഇങ്ങനെയൊന്നും വിളിച്ചു പറയാൻ നിൽക്കരുത്. ഇതിന് ഇവ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് അത് കേട്ടപ്പോഴാണ് എന്റെ കിളി പറഞ്ഞത്. ഇങ്ങനെ ഒരു ബോധമില്ലാത്തവനായിപ്പോയല്ലോ അഖിൽ മാരാറെന്നാണ് ഞാൻ അപ്പൊ ചിന്തിച്ചു പോയി. ഇത്രയും ബോധം വിവരമില്ലാത്തവൻ. നിന്റെ കയ്യിൽ എന്ത് തെളിവ് വെച്ചിട്ടാടാ നീ ഇങ്ങനെ ഒരു വിഡ്ഢിത്തനം വിളിച്ച് പറഞ്ഞത് നമ്മുടെ രാജ്യത്തിനെതിരെ? നിനക്ക് നാണമില്ലടാ ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെ തന്നെ ചെളിവാരി അറിയാം. നീ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നീ പറയുന്നതാണ് സത്യം. നിന്റെ കയ്യിൽ എന്തൊക്കെയോ തെളിവുകൾ നിരത്തി വെച്ചും കൊണ്ടാണ് നീ ഇരിക്കുന്നതെന്ന്. എടാ വായിക്കാത്ത നാക്കുണ്ടെന്ന് വെച്ചേ, നാക്കിന് ഇല്ലില്ലെന്ന് വെച്ചേ എന്ത് തോന്നിവാസം വിളിച്ച് പറയാൻ നിൽക്കരുത്. ആഴ്ച ആലോചിക്കേണ്ട പരിപാടിയാണ് നീയൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത്. എക്സ്പ്ലനേഷൻ കേൾക്കാം. ഞാൻ ബലൂചിസ്ഥാനെ അനുകൂലിച്ചു എന്നതാണ് ഞാൻ ചെയ്ത ആ ഒരേ ഒരു തെറ്റ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്റെ വായിൽ നിന്ന് വന്നു. അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാലും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം ബലൂചിസ്ഥാൻ ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിനാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യ എടുക്കുന്ന അതേ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഭാഗം പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പാകിസ്ഥാനെതിരെ സംസാരിക്കുന്ന ഇന്ത്യൻ ജനത പാകിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്ന ഒരു കാര്യം ആർമിയിലെ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ BJPയുടെ തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു വാചകമായിരുന്നു. ആകെ എന്റെ ഭാഗത്തു നിന്ന് ഒരു പബ്ലിക്കിനിടയിൽ സംസാരിച്ചപ്പോൾ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരേ ഒരു എടാ വിവരമില്ലാത്തവനെ, നിന്റെ ആർമി സുഹൃത്തുക്കളും നിന്റെ കൂട്ടുകാരന്മാരും പറഞ്ഞ കാര്യങ്ങളാണ് നീ വന്ന് സോഷ്യൽ മീഡിയയിൽ അടിയുറച്ച് വലിയ ഘോര പ്രസംഗിച്ച് അടിക്കുന്ന. ഇപ്പൊ തോന്നിയല്ലേ ഏറെ കയറിയപ്പോ പറഞ്ഞ് തെറ്റായി പോയെന്ന്. പിന്നെ അതുപോലെ വീഡിയോ മുക്കി ഇറങ്ങി ഓടിയിട്ടുണ്ട്. നിനക്കൊക്കെ കിട്ടേണ്ട നല്ല ഒന്നാം തരം രീതിയിൽ അണ്ണാക്കി തന്നെ കിട്ടണം. രാജ്യത്തിനെതിരെ കളിക്കുന്നല്ലേ, ഇവിടെ ജീവിച്ചുകൊണ്ട് നീ ഇവിടെ ഉണ്ടാക്കുന്നല്ലേ. കൊള്ളാടാ മാരാറെ, കൊള്ളാം മാരാറ്. നീ ഒരു ഇമേജ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നീ ബിഗ് ബോസിൽ പോയി തന്നെയാണ് ഇമേജ് ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ നീയായിട്ട് അത് കളഞ്ഞു കുളിച്ച്. ഞാനൊരു കാര്യം പറയാം, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സത്യം സീരിയസ്ലി പറയാം, വായ്ത്താളം തന്നെയാണ് എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നത്. കുറെ കാര്യങ്ങളിലൊക്കെ അടിപൊളിയായിട്ടൊക്കെ വർത്തമാനം പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കേസ് വന്നതോടെ വെറുത്ത് പണ്ടാരടങ്ങി. ഇനി ഒരു രീതിയിൽ എനിക്ക് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും ഒരു വിധിയാണ് താങ്കൾ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിപ്പോകുന്നു. എനിക്ക് അത്രയ്ക്ക് തോന്നിപ്പോകുന്നു. അതുകൊണ്ട് പറഞ്ഞതാണ്. ബാക്കി ഞാൻ നിലപാടെടുക്കുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങളിലാണ് ഞാൻ സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇന്നലെ വരെ നല്ലതായിരുന്നു നിങ്ങൾക്ക് തോന്നി. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത നിലപാട് നിങ്ങൾക്ക് ശരിയല്ലാന്ന് തോന്നി. നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ എനിക്കൊരു പഷ്ടം പതിച്ചു തരികയാണ് ഉണ്ടായത്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇപ്രകാരം ചിന്തിച്ചോ? അഖിൽ മാരാർ ഇന്നലെ വരെയും രാജ്യത്തിന്, ഞാൻ നിങ്ങൾക്കെന്ന് പറയുന്ന രാഷ്ട്രീയത്തിനല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾക്കുമല്ല, ഞാൻ ഈ രാജ്യത്തിന് അനുകൂലമായി സംസാരിച്ചിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങളിൽ ഒരാളെങ്കിലും പറഞ്ഞോ? നിങ്ങളിൽ ഒരാളെങ്കിലും ചിന്തിച്ചോ? ഇല്ല. പകരം നിങ്ങൾ നേരെ കൊണ്ടുപോയിട്ട് അതായത് ഇവിടുത്തെ നമ്മുടെ ഞാൻ പലപ്പോഴും കടന്നാക്രമിച്ചിട്ടുള്ള വിഭാഗമാണ് ഈ രാജ്യത്തെ സുഡാപ്പികൾ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റും പ്രവർത്തകർ. ഈ രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ ഭീകരപ്രവർത്തനം നടത്തുന്നവർ. അവരിലെ ഒരാളെ പോലെ നിങ്ങൾ എന്നെ കാണാൻ ശ്രമിച്ചു. അവിടെയാണ് ആകെ തോന്നിയിട്ടുള്ള നിങ്ങളോട് തോന്നിയ പരമപുച്ഛം. ഈ നാട്ടിൽ നിങ്ങളോട്, അതായത് ഇന്നലകളിൽ നീയൊക്കെയാണല്ലോ എന്നെ അനുകൂലിച്ചത് എന്ന് തോന്നിയിട്ടുള്ള പരമപുച്ഛം എനിക്ക് തോന്നിയ ഒരു നിമിഷം അതായിരുന്നു. ഒരു രീതിയിലും ഒരാളെ മനസ്സിലാക്കാതെ, ഒരാൾ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ അന്ധരായ അടിമകളെ പോലെ നരേന്ദ്രമോദി ആയിക്കോട്ടെ RSS ആയിക്കോട്ടെ പറയുന്ന കാര്യങ്ങളെ പഞ്ചപുച്ഛമടക്കി വിശ്വസിച്ച് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വെറും തലയ്ക്ക് ബോധമില്ലാത്ത മനുഷ്യരായി മാറിയല്ലോ എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ. തലയ്ക്ക് ബോധമില്ലാത്ത ഏവനാണെന്ന് നമുക്ക് എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ആർക്കാണ് ഇവിടെ സത്യത്തിൽ തലയ്ക്ക് ബോധവും വെളിവും ഇല്ലാത്തതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനിയും കിടന്ന് മെഴുകാൻ നിൽക്കണ്ട. എന്നാലും പറ്റിയത് തെറ്റാണെന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാധനം അത് നിങ്ങൾ തന്നെയുടെ സമ്മതിച്ച് അതിന് നിങ്ങൾക്കൊരു അവാർഡ് ഇരിക്കട്ടെ. തെറ്റ് പറ്റിയെങ്കിൽ അതുപോലും അംഗീകരിക്കത്തില്ല. അറിയാതെ വായിന്ന് വീഴുന്ന് എന്ന് പോലും പറഞ്ഞ് അതിൽ നിന്ന് തടി ഊരാൻ ശ്രമിക്കുന്നില്ല. പകരം അവിടെ കടന്ന് വീണെടുത്തന്ന് ഊരുണ്ട് പേരണ്ട് മെഴുകുകയാണ്. മെഴുകലിന് ഒരു കുറവുമില്ല, ഒരു മാറ്റവുമില്ല. എന്റെ തട്ട് താണിയെന്നേ ഇരിക്കും, കാണാതെ ഇരിക്കണം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, പറഞ്ഞാൽ കൂടിപ്പോകും. അമ്മാതിരി സാധനമാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. എന്നാലും അംഗീകരിക്കില്ല. ഞാൻ പറഞ്ഞ മാന്യം എന്നെ 4 കൊമ്പ്, അതിന് 4 കൊമ്പ് എന്നെ, ബാക്കിയുള്ളതിന് 2 കൊമ്പ്, ഈ ഞാൻ പറഞ്ഞതിന് 4 കൊമ്പ്. ആ സെറ്റപ്പ് മാറി കിട്ടണം. മാരാറെ, നീ ചെയ്തിട്ടുള്ളത് വലിയ പോക്കൃത്തനമാണ്. നീ കൊണ്ട് വായ്ത്താളം അടിച്ചത് അത് നീ അംഗീകരിച്ചില്ലെങ്കിലും നിനക്കെതിരെ നടപടി വരും. FIR ഇട്ടിട്ടുണ്ട്, ജാമ്യമില്ലാ വകുപ്പായിട്ടുണ്ട്. ഇനി ഒളിവിൽ പോകുക എന്നത് മാത്രമേ ഉള്ളൂ. അതും ഈ രാജ്യത്ത് നിൽക്കണ്ട, വേറെ ഏതെങ്കിലും രാജ്യത്ത് വിട്ടോ, അതുവഴി അങ്ങ് പൊക്കോ. ഇനി ഇങ്ങോട്ട് കയറണ്ട.
ഇവിടെ വന്നിരുന്ന് വൈത്താളം അടിച്ചങ്ങ് വിടുകയാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താം. പുതിയ വീഡിയോ ആയിട്ടാണ്.